അടിപൊളി നന്നായിരുന്നു നല്ല പടം എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ത്രൂ ഔട്ട് ഒരു ഫൺ ജോണറിലുള്ള ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവി ആരും മിസ് ചെയ്യരുത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം നിങ്ങൾക്കൊരു 2 hours അല്ലെങ്കിൽ 2.5 hours അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയാണ് ഹാപ്പി എന്താ ഇതിൻ്റെ ഒരു പാട്ടാവാൻ വേണ്ടി പറ്റുന്നത് ഭയങ്കര സന്തോഷം നന്നായിരുന്നു കുസൃതി നിറഞ്ഞ ഫൺ ഫിലിം ഒരു രസകരമായിട്ട് ഇത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൈയടക്കത്തോടു കൂടി പെർഫോം ചെയ്തിട്ടുണ്ട് മോനായിട്ടും അതെ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കുസൃതി ഫൺ എൻ്റർടൈനർ നല്ല മൂവിയാണ് നന്നായി എൻജോയ് ചെയ്ത് കുറേ ചിരിക്കാനുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ല ഫൺ മൂവിയാണ് വെരി എൻ്റർടൈനിങ് അടിപൊളിയായിട്ടുണ്ട് നല്ല പെർഫോമൻസ് டிஃப்ரெண்ட் ஜானரில் மூவி தானே அப்போ அதுக்கு எப்படி அரேஞ்ச் பண்ணி மியூசிக்கில் அரேஞ்ச்மெண்ட் இதில் நிறைய காமெடி இருக்குது லைக் காமெடி வந்து ஒர்க் அவுட் ஆகணும் ஸோ வி ட்ரை டு ஒர்க் ஆன் த காமெடி ஸ்டஃப் வெரி இம்பார்ட்டன்ட்லி அண்ட் அஃப்கோர்ஸ் லைக் ஐ காட் அ லாட் ஆஃப் ஹெல்ப் ஃப்ரம் வினீத் ராகேஷ் சேட்டன் அண்ட் மோகன் சார் ஸோ ஐ திங்க் ഇറ്റ് ഹസ് കം ഔട്ട് റിയലി അങ്ങനെ എന്ത് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു വിനീതിൻ്റെ പെർഫോമൻസ് ഭയങ്കര നല്ലതാണ് ആൻഡ് അതിൽ അവരുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു എനിക്കിഷ്ടമായി എൻ്റെ അമ്മേ ബേബി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണല്ലോ ചെയ്തത് ലാസ്റ്റ് ഒരു തകർപ്പൻ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് തോന്നുന്നു മൊത്തത്തിൽ എനിക്ക് ഇത് വളരെ ചെറിയൊരു ടൈമിന് ഞാൻ ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്തിട്ടു എനിക്ക് രസമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് ഇമോഷണൽ ആണ് ഞാനോ കോമഡി നല്ലതായിട്ട് വർക്കായിട്ടുണ്ട് ഇൻ്റർവ്യൂലൊക്കെ വരെ നല്ലപോലെ ചിരിക്കാനുണ്ട് ഇൻ്റർവ്യൂവിൽ ചെറിയൊരു ലാഗ് തോന്നി എന്നാലും അവസരമായപ്പോഴത്തേക്ക് പടം ശരിയായി കുഴപ്പമൊന്നുമില്ല നല്ലൊരു പടം നല്ലൊരു കോമഡി ഫാമിലി മൂവി വിനീതിൻ്റെ വിളയാട്ടമാണ് 100% വിനീത് പടം വിനീതുമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ വിനീതില്ലാത്തൊരു സീൻ പോലും ഇല്ല അതുപോലെ ശ്രീനിവാസന്റെ കാലഘട്ടത്തിലെ ഒരു കോമഡി സാധനങ്ങളൊക്കെ വിനീത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട് പിന്നെ ഇത് പ്രസന്റ് ലൈഫിൽ റിലയബിൾ ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ജാതകം ശരിയാകാത്തതുകൊണ്ട് ജാതകം ശരിയായാലും എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നും പലരുടെയും കണ്ടീഷൻസ് കാരണമാണ് അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അത് പെണ്ണ് കിട്ടാത്തവർക്ക് ഈ പടം കാണുമ്പോൾ ചിരിയാണ് കരച്ചിലാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല